കമ്മ്യൂണിസ്റ്റുകാരെന്നും ഈ ബീഡിയും വലിച്ച് കീറിപ്പറഞ്ഞ കുപ്പായുമായി ഓലപ്പായിലാണ് കിടന്നുറങ്ങണം, നല്ല ഭക്ഷണം കഴിക്കരുത്, ഇങ്ങനെ ചിന്തിക്കുന്ന കുറേ ആളുടെ നാട്ടിൽ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് താങ്കളൊരു പ്രയോഗം നടത്തിയിട്ടുണ്ടായിരുന്നു. പരിപ്പ് വടയും കട്ടൻ ചായയും അല്ല ഇന്നത്തെ കുടിച്ചുകൊണ്ടല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിക്കേണ്ടത് എന്ന്. ഇപ്പോഴും ആ അഭിപ്രായത്തിൽ തന്നെയല്ലേ? ഇടയ്ക്കിടയ്ക്ക് അത് പല ചർച്ചകളിലുമൊക്കെ താങ്കളെ ഉദ്ധരിക്കാറുണ്ട്. അത് എൻ്റെ പി ശശീന്ദ്രൻ പിന്നെ അത് എത്ര കൊല്ലായി എന്നറിയാം. അതാണ് ഇപ്പോഴും അത് എത്ര വർഷം എന്നറിയാം. ഞാൻ അത് മാത്രമല്ല ആ പ്രയോഗമാണ് താങ്കളുടെ എന്ന് പറയുന്ന ആത്മകഥയുടെ തലക്കെട്ടുമായിട്ട് വന്നത്. ഞാൻ പ്രസംഗിച്ചതുപോലെയല്ല വന്നത്. ഞാൻ പ്രസംഗിച്ചത് എന്താ, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുണ്ട്. ശാസ്ത്രബോധം, ശാസ്ത്ര വളർച്ച, മനുഷ്യൻ്റെ ബുദ്ധിപരമായ വളർച്ച. മനുഷ്യൻ്റെ ബുദ്ധിപരമായ വളർച്ചയുടെ ഭാഗമാണ് ഇന്നത്തെ AI. മനുഷ്യൻ ഇനിയും വളരും, വികസിക്കും, ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. മഹാനായ കാരൽ മാർക്സ് ചൂണ്ടിക്കാണിച്ചു, ഈ പ്രപഞ്ചത്തിലെല്ലാം മാറിക്കൊണ്ടിരിക്കും. എന്താ മനുഷ്യരിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം? ബുദ്ധിപരമായിട്ട് അതിവേഗത്തിലുള്ള വികാസമാണ്. അതിൻ്റെ ലക്ഷണം നമുക്ക് നമ്മുടെ കുട്ടികളിൽ കാണാം. നമ്മേക്കാളും ബുദ്ധിശാലികളാണ് നമ്മുടെ ചെറിയ കുട്ടികൾ. നിങ്ങൾക്ക് തന്നെ സ്വന്തം അനുഭവങ്ങളുണ്ടാകും. വീട്ടിൽ നിങ്ങൾ നോക്കുക, നിങ്ങളെക്കാളും നന്നായി റിമോട്ട് എടുത്ത് TV ഓപ്പറേറ്റ് ചെയ്യാനും കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനും പിന്നെ ഒക്കെ ആ കുട്ടികൾ സമർത്ഥരാണ്. അവർക്ക് വേഗത്തിൽ ഉൾക്കൊള്ളാനും ഓപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത്രയും നമ്മുടെ കഴിയില്ല. അപ്പോൾ ഈ ജനറേഷൻ, വരുന്ന ജനറേഷൻ അതിബുദ്ധിശാലികളാണ്. ആ കുട്ടികൾക്ക് ശേഷം വരുന്ന ജനറേഷൻ അതിനേക്കാളും ബുദ്ധിശാലികളാവും. ഈ പ്രപഞ്ചത്തിൽ ഒട്ടനവധി രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ കണ്ടെത്തി ശാസ്ത്രം വളരും. ആ വളർച്ചയെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. ഈ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നമ്മൾ പൊതു വളർച്ചയെ കാണുന്നത്. ഇതിൻ്റെ ഭാഗമായി വരുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഞാൻ അന്ന് അവിടെ പ്രസംഗിച്ചത് ഈ പറയുന്നത് പോലെയല്ല. ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരെന്നും ഈ ബീഡിയും വലിച്ച് കീറിപ്പറഞ്ഞ കുപ്പായുമായി ഓലപ്പായിലാണ് കിടന്നുറങ്ങണം, നല്ല ഭക്ഷണം കഴിക്കരുത്, ഇങ്ങനെ ചിന്തിക്കുന്ന കുറേ ആളുടെ നാട്ടിൽ. കമ്മ്യൂണിസ്റ്റുകാരാണ് ശാസ്ത്രത്തെ വളർത്തിയെടുക്കാനും വികസിക്കാനും മനുഷ്യ സമൂഹത്തിൻ്റെ ആകെ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ കുറച്ച് ആൾ, ഞങ്ങളിങ്ങനെ കട്ടൻ ചായയും കഴിച്ച് ഏതെങ്കിലും ബെഞ്ചിൽ കിടന്നുറങ്ങും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരരുത്, ഒരു ജനകീയ പ്രസ്ഥാനമാകരുത്, അത് ബഹുജനങ്ങളുടെ ആകെ പിന്തുണയുള്ള പ്രസ്ഥാനമാകരുത് എന്ന് ആഗ്രഹിച്ച് നടക്കുന്നുണ്ടാവും. അതല്ല, കാലോചിതമായി കാര്യങ്ങളെ വിലയിരുത്താൻ മാർക്സിന് മാത്രമേ കഴിയൂ. ശാസ്ത്രീയമായ നിരീക്ഷണം നടത്താൻ കമ്മ്യൂണിസ്റ്റുകാർക്കല്ലാതെ മറ്റാർക്കാ സാധിക്കുക? ഇന്ന് ശാസ്ത്രത്തിൻ്റെ മുഴുവൻ വളർച്ചയെയും ഉപയോഗപ്പെടുത്തി മനുഷ്യ സമൂഹത്തെ നിരീക്ഷിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് മുമ്പിൽ. ശാസ്ത്രത്തെ വികസിപ്പിക്കാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്. ശാസ്ത്രബോധം വളർത്താൻ കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങൾ അവിടെ പോയി കിടക്കണം, ബീഡി വലിച്ച് കുത്തിയിരിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആളുണ്ട്. അവരെ പരിഹസിച്ചതാ. എന്താക്കിയത്? നേരെ തിരിച്ച് കമ്മ്യൂണിസ്റ്റുകാർ കട്ടൻ ചായയും പരിപ്പുവടയും കഴിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ? എത്ര കൊല്ലായി എന്നറിയോ? എനിക്കൊരു 35 കൊല്ലായി കാണുന്നായിരുന്നു. അതാ ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ ചിലർ എഴുതിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും.